ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് ഒരു ഗൈഡൻസ്, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് ഒരു ഗൈഡൻസ് എന്നിലൂടെ അവർക്ക് നൽകിയാലും. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. Guidance. Accept a change to your routine. നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങൾ ഡെയിലി റുട്ടീൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നു, അല്ല വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു. അതൊരു ഡെയിലി റുട്ടീൻ ആണല്ലോ. അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് സ്വീകരിക്കുക, അതായത് പുതിയ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ സ്വീകരിക്കുക. അത് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഹോബീസ്, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പാട്ട് പാടൽ, അല്ലെങ്കിൽ ഡാൻസിങ്, എഴുതൽ, കവിതയോ കഥയോ അങ്ങനെ എന്തെങ്കിലും, സാഹിത്യരചന അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പടം വരയ്ക്കും, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പുതിയതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അത് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ചിലരാണെങ്കിൽ ഇവിടെ എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്ത് ആകെ മടുത്തിരിക്കുകയായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച്, മനസ്സൊന്നും കൂടി റിലാക്സ് ആവാനും കൂടി ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. താങ്ക് യു ഡിയേഴ്സ്.